സാധാരണ ഉച്ചക്കലത്തേക്കുള്ള ഫുഡിൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വെറുതെ ഇരിക്കുകയാണ് കേട്ടോ പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ലായിരുന്നു. ഇന്ന് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ പണിപ്പുരയിലായിരുന്നു കേട്ടോ വൈകിട്ട്. അങ്ങനെ ആ ചിക്കനൊക്കെ കഴുകി നല്ല പോലെ വൃത്തിയാക്കി അതിൻ്റെ വെള്ളം ഒന്ന് വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനത്തെ ആ സവാളയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ സവാള കട്ട് ചെയ്യുന്ന തക്കാൻ നോക്കി ഒരാളിവിടെ ചിക്കൻ കറി റെഡിയായോ അമ്മയെന്നും ചോദിച്ചിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അടുത്ത് തന്നെ സവാള കട്ടാക്കാണ്, കണ്ണെരിയേണ്ട മോനെന്നും പറഞ്ഞിട്ട് അവനെ ഞാൻ അടുത്തുനിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കല്ലിലാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. ചതച്ചെടുക്കുന്ന ഈ വക ഐറ്റംസിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ണിമോനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തൈരും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി ഒരൊറ്റ വിസിൽ മാത്രം മതിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വെന്ത് വന്ന് നമ്മുടെ ചിക്കൻ അതിനകത്തോട്ട് മാറ്റി ആ വെള്ളം വേറെ വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വെന്ത വെള്ളം നമ്മൾ മാറ്റി വെക്കണം. ആ വെള്ളം നമുക്കിവിടെ ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ പൊരിച്ചെടുത്ത ചിക്കനൊക്കെ മാറ്റി വെച്ച് അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ കുറേശ്ശെ കൂടി ചേർക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണം മാറുമ്പോൾ കട്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്താൽ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്യാം. മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ വെള്ളം കൂടി ചേർക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തത് കൂടി ചേർക്കാം. ഒരു 10 മിനിറ്റ് അത്ര മാത്രം മതി. ലോ ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അത്താഴത്തിന് കുശാലായിരുന്നു കേട്ടോ. പരിപ്പും മുരിങ്ങക്കായും, മീൻ കറിയും, നമ്മുടെ ചിക്കൻ കറിയും പിന്നെ കൂർക്ക മെഴുക്കുവരട്ടിയും കൂടി ഉള്ളപ്പോൾ അപ്പോൾ നമ്മുടെ അത്താഴം ഇന്ന് നല്ല രാജാവിനെ പോലെ ആയിട്ടുണ്ട് കേട്ടോ.